തിന്നോ? എന്താ തിരുമേനി, വല്ല പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. പഴയതുപോലെ കൂവും ഷൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. ചിലപ്പോ അങ്ങനെയുള്ള മാമാർക്ക് കാണാൻ പറ്റും. കളി നടക്കട്ടെ. ജോത്സരെ, ആ പൊരുത്തുണ്ടോ നോക്കി. പൊരുത്തം ഉണ്ടോന്നോ? മഹാലക്ഷ്മിയല്ലേ വന്ന് കേറാൻ പോണേ. എല്ലാം നിങ്ങളുടെ മകന്റെ ഭാഗ്യമാണ്. ശരിയാ. നമ്മൾ തേടി നടന്നാൽ ചിലപ്പോ ഇതുപോലൊരു ജാതകം കിട്ടണമെന്നില്ല. അത്രയ്ക്ക് പൊരുത്തമുള്ള ഒരു ജാതകമല്ലേ. പിന്നെ ഈ കുട്ടിയുടെ ആഗമനത്തോടെ ഈ ഭവനത്തിൽ ധനത്തിന്റെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും. അതായത് ഒരു നോട്ടെണ്ണുന്ന മെഷീൻ വാങ്ങിച്ചു വെക്കേണ്ടി വരും നായർക്കെന്ന് മനസ്സിലായോ? ശരിയാ. ഒരു മേശം കസരെടുത്ത് പുറത്തോട്ട് വരും. ഫോണൊരിക്കൽ കട്ടിലും കൂടി വാങ്ങിച്ചെന്നാ. എന്തൊരു കുശുകുശുപ്പ്. ഒന്നുമില്ല, റിസർവ് ബാങ്ക് കൂടെ തുറക്കേണ്ട വരും. അതെ, എനിക്ക് സീരിയസ് ആയിട്ട് കാര്യം പറയാനിട്ടാ. എന്താണ്? ആ മെഷീന്റെ പണി ഞാൻ തന്നെ ചെയ്തോളാം. ശമ്പളമൊന്നും വേണ്ട, തിന്നാൻ കുടിക്കാൻ എന്തെങ്കിലും തന്നാ മതി. മെഷീനാണെങ്കിൽ അതും കൊടുക്കണ്ടല്ലോ. എന്താണ്? അച്ഛാന്ന്. അപ്പോ നോക്കല്ലേ തിരുമേനി? നോക്കാന്നല്ല, നടത്താം. അപ്പൊ കല്യാണം എപ്പോ നടത്താം? ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ അങ്ങ് നടത്താം. എന്നാ പിന്നെ ജോത്സരെ, മുഹൂർത്തം കുറിച്ചോളൂ. ഇതൊട്ടും വെച്ച് താമസിപ്പിക്കണ്ട. കണക്ക് തെറ്റില്ല. ഒന്ന് വെയിറ്റ് ചെയ്യ് ചേട്ടാ. ഇവിടെ കാർഡ് എടുക്കോ? ആ പണ്ടാറൊന്നും എടുക്കൂല. കടം പറയുന്നത് റെഡി. കാർഡൊക്കെ എടുക്കും. എടുക്കോ? ആരാ പറഞ്ഞു കാർഡ് എടുക്കൂലെന്ന്? നീ വിഷമിക്കൊന്നും വേണ്ട. കുടിക്ക്. ഓ അയ്യോ, ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെല്ലാം പെണ്ണിന്റെ അമ്മായിമാരാ. ഇത് ജാനു ചേച്ചി, റിട്ടയർ ചെയ്തു. പിന്നെ ഇത് രമണി. നിന്റെ പേരനാടി? ശാന്ത. ഇവരിപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുക. എവിടെ ജോലി? സഹകരണ സംഘത്തിലാ. ഓ, ബാങ്കിലാണ്. അങ്ങനെയും പറയും. അപ്പൊ ഇനി ലോണിനൊന്നും ഒരു ബുദ്ധിമുട്ടും കാണൂല. എപ്പോ ചെന്നാലും സാറിന് ഏത് ലോൺ വേണമെങ്കിലും ഈ ശാന്ത ശരിയാക്കി തരും. ഡിസ്കൗണ്ടും തരും. പറഞ്ഞു ചളവാക്കല്ലേ. അളിയാ, നമ്മുടെ തറവാറിന് ചേർന്ന ബന്ധാ. അതാണ് കാരണവർക്ക് അത് മനസ്സിലായി. അല്ല, ഇതാരാ? അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇത് പെണ്ണിന്റെ ഒരേ ഒരു അപ്പോ കല്യാണക്കാരി ഒന്ന് സംസാരിച്ചുറപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാവരും വിളിച്ചത്. അതറിയാലോ. അപ്പോ ജാതകമൊക്കെ ഞങ്ങൾ നോക്കി. 10 പൊരുത്തമുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേറൊന്നും സംസാരിക്കാനില്ലല്ലോ. അല്ല, അതൊക്കെ അവിടെ തീരുമാനിക്കുന്ന പോലെ. എന്നാ പിന്നെ എത്രാം തീയതി പറഞ്ഞേ? 5-ാം തീയതി. 5-ാം തീയതി. ഈ വരുന്ന 5-ാം തീയതി നമുക്ക് ആ കല്യാണം കൂടെ നടത്താം. എന്താടാ? നിങ്ങൾക്കറിയോ ഇതിനൊക്കെ കാരണം പെരട്ടക്കളവനാ. എന്റെ അമ്മാവൻ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നിട്ടാ, ഏതെങ്കിലും ബന്ധിച്ചിട്ടുള്ള കറുത്ത കൈ ഇതിന്റെ പിന്നിലുണ്ടാവുന്നു. എടാ, നീ ഇങ്ങനെ വെള്ളം അടിച്ച് തിളക്കല്ലേ. എല്ലാത്തിനും ഒരു ക്ഷമ വേണം. നമുക്കൊരു വഴി ഉണ്ടാക്കണം. ഇനിയിപ്പോ എന്ത് വഴിന്നാ പറയണേ? കാശ് വാങ്ങുമായിരുന്നു, നീ കാശ് കൊടുക്കായിരുന്നു. പക്ഷെ അവക്ക് ഇവനല്ലേ ഇഷ്ടം. നിങ്ങൾക്കാർക്കും ഒരു പരിഹാരം പറയാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു വഴി പറയാം. എന്ത് വഴി? നീ വഴി പറ. രാജ്, ശോഭരാജ്. ഇതാണ് സാർ യഥാർത്ഥത്തിൽ നടന്ന കഥ. അപ്പോ ഇനി അണ്ണൻ മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. ഈ സാർ വിളിച്ചോണ്ടിട്ട് ഇപ്പൊ അണ്ണല്ല. ഇപ്പൊ നമ്മൾ തമ്മിൽ ഇത്ര അടുത്ത സ്ഥിതിക്ക് വേറൊരു വഴിയില്ലണ്ണ. രക്ഷിക്കണം. ആ കാശ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഏത് കാശ്? മറ്റേ 5 ലക്ഷം. അതൊക്കെ അറേഞ്ച് ചെയ്യാം. എങ്കിൽ പെട്ടെന്ന് അത് എത്തിക്ക്. കല്യാണത്തിന് അവൾ കാണില്ല. വിശ്വസിക്കാവണ്ണ. ഇത് ശോഭരാജിന്റെ വാക്കാ. എല്ലാരും ഉറങ്ങിപ്പോയിന്ന്. പെണ്ണുങ്ങൾക്ക് നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക്? അല്ല, കല്യാണത്തിന്റെ ചെരണ്ടലും പറക്കലും ഒക്കെ. ജ്യൂസ് അധികം കുടിച്ച് വയറിറക്കണ്ട. ഭക്ഷണം തരും.
വിളിച്ചേ ഇതെന്താ? ഇത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ലീസ്റ്റാ. ഇതിലുള്ളവരെ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ആൾക്കാരെ പിടിച്ചാൽ മതി. മനസ്സിലായോ? ഓക്കെ. ആ നമസ്കാരം. എന്താ താമസിച്ചത്? കുറച്ച് തിരക്കായി പോയി ആന്റി. ആണോ? മനു എവിടെ? ആ, മനു ദേ, അവിടെ അകത്തുണ്ട്. ഉണ്ട്. ആ ശരി ശരി. നിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നല്ലോ, വേഗം അങ്ങോട്ട് ഇല്ല. ശരി. ഇത് എവിടെ ആയിരുന്നു? ആളാകെ മാറിപ്പോയല്ലോ. ഹിമാലയത്തിൽ ആരായാലും മാറിപ്പോകില്ലേ? ശരി ശരി ശരി, അങ്ങോട്ടിരിക്കാം അങ്ങോട്ടിരിക്കാം. നോക്കി പടാ. സുഖാണോ? ഇത് നിന്റെ മകളാ? അതെ. എനിക്ക് പിറക്കാതെ പോയ കൊച്ചു. ചേട്ടന് സുഖമാണോ? എനിക്കോ? ആയിരുന്നു. വീണ്ടും നിന്റെ അനിയൻ വന്നു. ചേട്ടന്റെ കല്യാണം എന്റെയോ? നിന്റെ ഭർത്താവ് വന്നില്ലേ? വന്നു. എന്നിട്ട് അവളെ എവിടെ? അവിടെ ഉണ്ട്. എവിടെ? ഇതാര്? നീയാ പറഞ്ഞു ഉളഞ്ഞാനാ. ഇയാളിതെങ്ങനെ കേട്ടു? നീ ടെൻഷൻ അടിക്കലടാ, അല്ല ശരിയോ? അണ്ണാ എന്താ വല്ല പ്രശ്നമുണ്ടാ? ഏയ് ഒരു പ്രശ്നമില്ലടാ. അല്ല ഇനി അവളെങ്ങനെ കയറി വരൂ? ആര് വരാനോ? അവളോ? എടാ ശോഭാരാജ് ഏറ്റിരിക്കുന്നത്. അവളെ ഇപ്പൊ പരലോകം എത്തിക്കാണ്. ഇനി എങ്ങാനോട് വന്നാലോ അണ്ണാ? അവള് 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 അവളെടാ ശോഭരാജ്. ശോഭരാജ് ശോഭരാജ് പണി ഒപ്പിച്ച് മക്കള്. അവളെ അയാള് പൊക്കി. മനസ്സിലേ മനസ്സിലേ, കരയെല്ലാം ഇങ്ങനെ അയ്യോ പത്തോന്ന് അലറി കരഞ്ഞിട്ട് വെറുതെ BP കൂട്ടാൻ നിൽക്കണ്ട. അസുഖം എന്നത് അറിഞ്ഞു ചിന്തിക്ക്. ആർക്കെങ്കിലും ആലോചിച്ച് വീപ്പി കൂട്ടാൻ പറ്റുമോ? ഈ വേട്ടാവളിന് എന്നായി പറയുന്നത്? മനസ്സിലേ ശിവണോ? പോയില്ലേ? മനസ്സിലേ സെറ്റായില്ലേ? കരയല്ല അമ്മ. ഇനി എനിക്ക് പോലീസും പട്ടാളവും പറ്റില്ല. ഇങ്ങനെ ഇവിടെ ഇരി. ഇതെവിടെ പോവാ? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടില്ലേ? ഞാനിന്ന് പോയിട്ട് വരാം കേട്ടോ. ശരി. ഇനി ലാത്തി കയറാൻ പറ്റില്ലേ? ഫുഡടിക്കാൻ വേണ്ടി മാത്രം വന്നതാ. അതില്ലെന്ന് അറിഞ്ഞപ്പോ വിട്ടു പോവുക. നമുക്ക് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. എന്നാൽ ഈ കുട്ടി എവിടെ പോയെന്നാ? അതിന് വല്ല കോളും വന്ന് കാണുന്നേ. നിങ്ങൾ പേടിക്കണ്ട, 2 മണിക്കൂർ തിരിച്ചു വന്നോളൂ. കോളോ? കോളെന്ന് പറയുമ്പോ കോള് ഇത് രാത്രി ഞാൻ കണ്ടായിരുന്നു. കോൾ ചെയ്യണത് പനിക്കോളല്ല, മറ്റേ കാമുകനെ കോൾ ചെയ്യണം. ചിലപ്പോ കാമുമാര് കാണും. അതെ, ഇപ്പത്തെ പെമ്പിള്ള ട്രെൻഡ് എങ്ങനെയാ? ഒരുത്തനെ പ്രേമിക്കും, വേറെ ഒരുത്തനെ കല്യാണം കഴിക്കും. ഞങ്ങള് പാവപ്പെട്ട കാവുമാരുടെ അവസ്ഥ. നിനക്ക് ഇനിയും മതിയായില്ലല്ലടാ. നിനക്ക് ഇനിയും മതിയായില്ലല്ലേടാ? അതിനിടയ്ക്ക് വേണ്ട, ഇനി ഇതിനെ ചൊല്ലി ആരും ഇവിടെ വഴിക്കിടണ്ട. എന്ത് കാര്യമായിട്ടാ ഞാൻ അവളെ നോക്കിയെന്നറിയോ? എന്നോട് അവൾ ഈ ചതി ചെയ്തത്. ഓട്ടടാ, അവളല്ലേ അവിടെ കുഞ്ഞമ്മ. അതെങ്ങനെ ശരിയാവും? പ്രായം ഒരിക്കലും മാച്ച് ആവൂല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാൻ ശരിയാക്കി തരാന്ന്. കല്യാണം ഒന്ന്. ആരെ കെട്ടിക്കുന്ന കാര്യ പറയുന്നേ? എല്ലാം എന്റെ അളിയുടെ നല്ല മനസ്സിന്റെയാ. തിരിച്ചു വന്നോ? എന്താ പറ്റിയത്? നീ എവിടായിരുന്നു? ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? അതമ്മേ, എന്താന്നൊന്ന് പറയുമോളെ? അത് അച്ഛാ, അമ്മ എന്താ സംഭവിച്ചെന്ന് വെച്ചാ
ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയതായിരുന്നു. അവിടെയാണെങ്കിൽ തിരക്കോട് തിരക്ക്. എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നതാ അമ്മ ഞാൻ. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ കഴിയുമ്പോ കൊച്ചു പ്ലക്കോന്ന് പറഞ്ഞു വരുമെന്ന്. ഇനി പാവെന്ന് പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. മുഹൂർത്തത്തിന് സമയമായി. സോറി അമ്മ. അച്ഛൻ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അതെ, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കുഞ്ഞമ്മനെ കൊണ്ട് കെട്ടിക്കാനുള്ള പരിപാടിയായിരുന്നു ഇവിടെ. ഓ എന്താടാ നിനക്ക്? വന്നു. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ബിൽഡപ്പ്? കൊല്ലും, അവളെ പിടിച്ചങ്ങ് തിന്നും. ശോഭരാജ് ഇപ്പോൾ കെട്ടണ ഗതികേട് എനിക്ക് വന്നില്ലേ? ഇനി ഈ ലാസ്റ്റ് നിമിഷം ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ മാത്രം മതി. നീയൊക്കെ കൂടെയാണ് അയാളെ അയച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ എന്തായി? 5 ലക്ഷം പോവുകയും ചെയ്തു, കാര്യമായിട്ടും നടന്നതുമില്ല. ഡാ, നീ എന്ത് വിചാരിച്ചു? ഒരു ഗുണ്ടയെ കൊണ്ട് എന്നെ ഒതുക്കാന്നോ? ഇതേ പെണ്ണ് വേറെയാ. നിന്റെ ഈ ജന്മത്തിൽ നിനക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനാ. അതുകൊണ്ട് ഇതൊക്കെ ഏറ്റു പൊരുത്തപ്പെടുന്നതാ നിനക്ക് നല്ലത്, കേട്ടോ? അയ്യോ, മുഹൂർത്തത്തിന് സമയായി. ഞാൻ പോയി സുന്ദരമായിട്ട് വരട്ടെ ചേട്ടാ. പോട്ടെ ചേട്ടാ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടെ? കണ്ണാടാ, കല്യാണത്തിന്റെ അന്ന് വരെ ഇത്ര വൃത്തിയായിട്ടുള്ള ഞാൻ കല്യാണം കഴിക്കേണ്ടത്. ഇവിടെ പറയും. ഇവളെ കെട്ടണ കാലം വരെ ഞാൻ ചാവണതാ. ഒടുവിൽ ഒരു വഴിയില്ലെങ്കിൽ ഞാനത് ചെയ്യും. എടാ, നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കണ. ഇനി നിങ്ങൾ ഒരു വഴി ഉണ്ടാക്കണ്ട. പിന്നെ ഇനി 2-ൽ ഒരാൾ ജീവിച്ചാൽ മതി. എനിക്കെന്തായാലും മരിക്കാൻ പറ്റില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? കൊല്ലണം. കൊല്ലാനോ? അവളെ കൊല്ലണം. നീ എന്ത് പ്രാന്താണാ പറയണത്? ഇത് പ്രാന്തൊന്നുമല്ല, ഇത് എന്റെ തീരുമാനമാണ്. ആഹാ, എങ്കിലേ ആ തീരുമാനം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാ മതി, കേട്ടാ? ഓഹോ, അപ്പൊ എല്ലാം കഴിഞ്ഞ് പാതവഴി ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള നിങ്ങളുടെ പരിപാടി? എടാ, നിങ്ങൾ കുഞ്ഞു പിള്ളേരെ പോലെ എന്തുന്നാണത്? പിന്നല്ലാതെ ഇവനെ ഞാൻ ചതിച്ചു. ഒരു പെണ്ണിനെ മോഹിച്ച് അവളുടെ കൂടെ ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ട എന്നെ ചതിച്ചത് ഇവനാ. അതിന്റെ വേദന എന്താ നിനക്ക് മനസ്സിലാവില്ല. എന്നിട്ടത് മറക്കാനായിട്ട് നാടും വീടും വിട്ട് ഇവിടെ വന്ന് കയറി. എന്നിട്ട് ഇവിടെ എന്നെ ഉണ്ടാക്കാനായിട്ട് വന്നു ചേർത്തേക്കണു. ഈ പ്രശ്നം നീ ഒറ്റയ്ക്കൊക്കെ പരിഹരിച്ചാ മതി. നീ അവളെ കൊല്ലുക തിന്നി എന്താ വെച്ചാ ചെയ്തോ. ഞങ്ങളൊന്നിനും പ്രതീക്ഷിക്കണ്ട. നീ വേണോ? അണ്ണവൻ്റെ വാ. എന്നാ വാ. മുഹൂർത്തായി. നീ മണ്ഡപത്തിലേക്ക് അറിയും. അവക്ക് ഞങ്ങൾ കൊടുത്തോളാം. അണ്ണ നല്ല വീരം കൂടി വശ. ഒരു തുള്ളി അകത്തെ എന്നാ മതി, അപ്പ തട്ടിപ്പോവും. സൂക്ഷിക്കണേ. സദ്യ കഴിഞ്ഞപ്പോ ജയിലിലായിരിക്കും അല്ലേ? നോക്കിട്ട് വാ, ആരെങ്കിലും ഉണ്ടോന്ന് പോയി നോക്കടാ. ആരുമില്ലേ? എന്നാ നീ കൊടുക്കും. ഞാൻ കൊടുക്കൂല. ഞാൻ 2ാം പ്രതി ആയിക്കോളാം. 1ാം പ്രതി ആവൂല. എന്നെ വിട്ടേ. എന്നാ നീ കൊടുക്കും. എനിക്ക് വശം കൊടുത്തില്ല, അവൻ കൊണ്ട് കൊടുക്കട്ടെ. ഒന്ന് കൊടുക്കടാ. എന്നെ വിട്ടേ ശിവന പ്ലീസ്. ഒന്നും കാണാൻ പറ്റില്ല. സീൻ പിടിച്ച് കണ്ടിട്ട് ക്ലച്ചു. എന്താണ് അവിടെ തർക്കം? അല്ല, ഈ ജ്യൂസ് കൊടുക്കാനായിട്ട്. ഈ ജ്യൂസ് കല്യാണ പെണ്ണിന് കൊടുക്കണം അമ്മാവ. അതിനെ പറ്റിയുള്ള തർക്കാണ്, ആര് കൊടുക്കുന്ന അറിയാൻ വേണ്ടി. അത്രേ ഉള്ളോ? അതെ. അതെ, നിങ്ങൾ ആരും ഇനി അവക്ക് ജ്യൂസ് കൊടുത്ത് ബുദ്ധിമുട്ടണ്ട. എന്റെ മോക്ക് ജ്യൂസ് കൊടുക്കാൻ എനിക്കറിയാം. നീ ആ ജ്യൂസ് കൊടുക്കാൻ. നീ അല്ല മാവ, അത് പോടാ പോടാ പോവാൻ. 1ാം പ്രതി ആവാൻ ഒരാളെ കിട്ടിയിടവേ. എടാ, അത് അയാൾ അവക്ക് കൊടുക്കൂ. കൊടുക്കുമായിരിക്കും. എനിക്ക് ദേവസഹായം വരെ പോണായിരുന്നു. നീ ഒരു സഹായത്തിലേക്കും പോകണ്ട. പെടുവാണ് എല്ലാരും ഒരുമിച്ച് വിടും. അത്രേ ഉള്ളൂ. എന്റെ പറയപ്പ. അതെ, മുഹൂർത്തത്തിന് സമയം. പെൺകുട്ടിയെ വിളിച്ചോളൂ. ഓ, സമയമല്ലോ.
അതെ വത്സലേ, അതെ കുട്ടി റെഡിയാങ്ങി വരാൻ പറ. ചെല്ലേ. അങ്ങോട്ട് കയറാം. അയ്യോ ശാന്തേ, പണി പാളിയെന്ന് തോന്നുന്നു. അവള് വീണ്ടും മുങ്ങി. എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിൽ ആ പെണ്ണൻ കുമാരനാണെന്ന. അവനാണ് ഈ ബിസിനസ്സിലെ എന്റെ ഏറ്റവും വലിയ ശത്രു. ആൾക്കാർ കൈവയ്ക്കും മുമ്പേ നമുക്ക് അവിടെ നിന്ന് മുങ്ങിയാലോ? നീ അവിടെ ഇരിക്കി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ആ അവള് ചത്തല്ലേ? പിന്നെ മോളെ മോളെ സിന്ധു സിന്ധു. അപ്പൊ അവളെ ഒച്ച കേട്ടതോ? അത് അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് നിന്റെ അമ്മ ബോധം കെട്ട് വീണ. വത്സലേ, വത്സലേ, ശാന്തേ, അവള് ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവം മൊത്തം ചക്ക കുടയുന്നല്ല കുഴപ്പമാ. അവിടെ മൊത്തം പ്രശ്നമാ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. നീ ഇവിടെ നിക്കേ. അവള് വരുവാണെങ്കിൽ അപ്പ എന്നെ വിളിച്ചോണം. ഓക്കെ? വേറെ കോള് വന്നാ പോയേക്കരുതേ. എന്നാലും ഞാനതല്ല ആലോചിക്കണേ, ഇവിടെ എവിടെ പോയി? എന്തായാലും നമ്മുടെ തലേന്ന് ഒഴിഞ്ഞില്ലേ? എനിക്കതല്ല സംശയം. ആ വിഷം അതെവിടെ പോയിന്നാ? എടുത്ത്. ഹലോ. ഹലോ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. എന്റെ പേര് പറഞ്ഞ ഒരു പക്ഷെ നിനക്ക് മനസ്സിലാവും. അശോകൻ, തൈക്കാട്ടിൽ അശോകൻ. ഇപ്പൊ നിനക്ക് പൂർണ്ണമായി മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്. ഇനി നീ എനിക്കിട്ട് ചെയ്തേന് ഒരു മധുര പ്രതികാരം. എന്ത് പ്രതികാരം? നീ എന്റെ കല്യാണം കലക്കി എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയില്ലേ? അതുപോലെ നിന്റെ പെണ്ണിനെ ആദ്യത് ഞാനാടാ പുല്ലേ. നീ എനിക്കിട്ടുണ്ടാക്കിയ അതേ പണി. എങ്ങനെയുണ്ട്? ഇനി നിന്റെ നെഞ്ചി പിളർക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഞാനേ അവളെ ബലാത്സംഗം ചെയ്തു. ഇനി ഞാൻ തന്നെ അവളെ കെട്ടൂടാ. എങ്ങനെയുണ്ടടാ എന്റെ പ്രതികാരം? ഈ അശോകന്റെ പ്രതികാരം കൊള്ളാണ്ണ, സൂപ്പർ പ്രതികാരം. അണ്ണന്റെ കുടുംബത്തിനെ ദൈവം രക്ഷിക്കണ. അണ്ണനെ ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കൂല അണ്ണ. അണ്ണനാണ് എന്റെ കുലദൈവം. ഓ, അപ്പൊ നീ എന്നെ കളിയാക്കാണല്ലേ? നിനക്ക് വിശ്വാസം പറ്റില്ല കേട്ടോ ഡാഡി. നിന്റെ മറ്റവനാ, അവന് വിശ്വാസമില്ലൊന്നും. നീ അവനോട് രണ്ടു വാക്ക് സംസാരിക്കും. സംസാരിക്കും. ഹലോ. ഹലോ. ഹലോ ചേട്ടാ, ചേട്ടൻ എന്നെ മറക്കണം. തീർച്ചയായിട്ടും. നമ്മൾ തമ്മിലുള്ള ജീവിതം ദൈവം വിധിച്ചിട്ടില്ല ചേട്ടാ. ദൈവത്തിന് നന്ദി ചേട്ടാ. ചേട്ടാ, എന്റെ മാനം പോയി ചേട്ടാ. ഏത് വർഷം? ചേട്ടന് എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. അവളെയും കെട്ടി ചേട്ടൻ സുഖമായിട്ട് ജീവിക്കണം. ഓ, ജീവിച്ചോളാം. ഒരപേക്ഷയുണ്ട്. എനിക്ക് എന്റെ ചേട്ടനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. അവസാനത്തെ ആഗ്രഹം, പ്ലീസ്. അതെ, കുളിക്കാൻ ഒരു കുളം തേടി നടന്ന ആളാ ഞാൻ. കുളിക്കാൻ പോയതാ? ഒരു കടല് തന്നെയാ ദൈവം തന്നെ. അതായതേ, നിന്നെക്കാള് 100 മടങ്ങ് കോടീശ്വരനാ. എന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് നടക്കുക അയാള്. ആനയുടെ പുറത്ത് കൊതു കയറി കടിച്ച എന്താ സംഭവിക്കാൻ നീ മണ്ടനറിയില്ല. ഏതായാലും നീ ഇനി എന്നെ പേടിക്കണ്ട. നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ ഇനി വരില്ല. താങ്ക് യു. ഞാൻ ഇവിടെ എങ്ങാനും ഇനി അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം. ദൈവമേ. വത്സലേ, എടി അവര് നല്ല വിഷമമുണ്ട്. ആ ശ്രീധര. ഗംഗാധര, മുഹൂർത്തത്തിന് സമയമായല്ലോ. അല്ല, നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നീ എന്താ കൊച്ചെ കരയുന്നേ? അപ്പൊ താൻ വിവരൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ വരാനല്പം വൈകിയല്ലോ. എന്താ കാര്യം? ആ പെൺകുട്ടി വേറെ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. അവളും എന്റെ മോനെ ചതിച്ചടോ. ദേ നിക്കണ നിപ്പ് കണ്ടില്ലേ? ചെലവുണ്ട് കേട്ടോ പട്ടി.
എന്റെ പൈസ മൊത്തം നിങ്ങൾ തീർത്തില്ലടാ തെണ്ടി. കാര്യം കഴിഞ്ഞപ്പോ കാല് മാറി പാട്ടി. എല്ലാം ഓക്കെ ആയല്ലേ ചേട്ടാ? എന്റെ സിനിമയുടെ കാര്യം അടുത്ത ഇത് എന്നൊരു സിനിമയുടെ കഥയിലാണ്. അത് പോരടാ നിനക്ക്. പോട്ര കരണ്ട